ഒരു ആന അത് കാട്ടാനയോ നാട്ടാനയോ ആകട്ടെ അതിൻ്റെ ചില പെരുമാറ്റ രീതികൾ കണ്ടാൽ ആ ആന അപകടകാരിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പത്തനംതിട്ടയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വനം വന്യജീവി വകുപ്പിൻ്റെ സ്റ്റാളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ചേരുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്ലക്സ് ബോർഡ് കാണാൻ സാധിക്കും. ആനകളുടെ പെരുമാറ്റം ഒറ്റ നോട്ടത്തിൽ എന്നാണ് ഈ സ്റ്റാളിന് മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത്. ആനകൾ അതിൻ്റെ ശരീരഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അതിൽ നിന്നും ആന അതിൻ്റെ പെരുമാറ്റം വരും സെക്കൻഡുകളിലൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആദ്യമായിട്ട് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? അല്ല, ഞങ്ങൾ അത് ആനയുടെ സ്വഭാവം അനുസരിച്ച് അത് ഓരോ രീതിയിൽ അത് റിയാക്ട് ചെയ്യുമ്പോൾ ഓരോ തരം കാര്യങ്ങൾ പ്രകടിപ്പിക്കും. അതാണ് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ളൊരു ക്ലോത്തിൽ അത് ആൾക്കാർക്ക് വന്നത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ആനകളെ പതുക്കെ ചെവിയാട്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് വളരെ ശാന്തരാണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അത് എവിടെയാണെങ്കിലും, അത് വനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി. അതുപോലെ ആനകളെ തുമ്പിക്കൈ ഉയർത്തി മണം പിടിക്കുകയാണെങ്കിൽ അവ ചുറ്റുപാടിനെ ജാഗ്രതയോടെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. തൊട്ടടുത്താണെങ്കിൽ ആനകൾ നിശ്ചലമായി ഇരു ചെവികളും വിടർത്തി നിൽക്കുകയാണെങ്കിൽ അവർ എന്തോ ഒരു അപകട സൂചന. നമ്മൾ സാധാരണ ആന ഇടുന്ന സമയങ്ങളിലൊക്കെ ദൃശ്യങ്ങളിൽ കാണാറുള്ളത് ആനയുടെ വാല് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നതായിട്ടാണ്. അതൊന്ന് വിശദമാക്കാമോ? അതായത് നമ്മൾ അത് തന്നെയാണ്. അതാണ്ട് ഇപ്പം നിങ്ങൾ രണ്ടാമത് ആനകൾ നിശ്ചലമായി ഇരു ചെവികളും വിടർത്തി നിൽക്കുകയാണെങ്കിൽ അവർ എന്തോ അപകടം മണത്തു എന്നതിൻ്റെ ലക്ഷണമാണ്. ആ ചിത്രത്തിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ആ ചെവികൾ വിടർത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വാലുകളുടെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഹിൻ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വനത്തിൽ എന്ന് മാത്രമല്ല, നമ്മൾ നാട്ടിൽ ഉത്സവ സ്ഥലങ്ങളിലായാലും ശരി ആനയോട് അടുത്ത് ഇടപഴകി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് അവരിത് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാകാനായിട്ട് സാധിക്കും. ആന അതിൻ്റെ തുമ്പിക്കൈ ചുരുട്ടി തല കുനിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ആനയുടെ തുമ്പിക്കൈ ചുരുട്ടി തല കുനിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവ ഒരു ഓപ്പോസിറ്റ് ഒരു ഒബ്ജക്റ്റിനെ തുരത്തി ഓടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെ അത്രത്തോളം നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അത് ഏതെങ്കിലും വിധത്തിൽ എത്ര ദൂരെയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലാണെങ്കിൽ പോലും ആ ഒരു ലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ളതാണ്. ആന ഇപ്പോൾ ഒരു മലയുടെ മുകളിലൊക്കെ നിന്നാലും ആൾക്കാർ വിചാരിക്കും ഒരു വലിയ ജീവിയാണല്ലോ, അപ്പോൾ അത് ഓടി എത്തില്ല. അല്ല, അതിന് മുട്ടുകുത്തി നിരങ്ങി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് അതിന് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ്. പലപ്പോഴും സാധാരണക്കാർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം, ആന എത്ര കിലോമീറ്റർ സ്പീഡിൽ വരെ പരമാവധി ഓടും? അതിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച്. എന്നാലും ഇത്ര കിലോമീറ്റർ നമുക്കറിയാൻ പറ്റില്ല. ആന വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ജീവിയാണ്. വളരെ നമ്മുടെ ഈ കഥകളിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഈ വളഞ്ഞ് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ അതല്ല. ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും നമ്മൾ ആന ഇൻ കേസ് ഓടുന്ന ഒരു സാഹചര്യം സ്ട്രൈറ്റ് നേരെ ഓടുക. അതിന് കൂടുതലും വിഷൻ സൈഡിലേക്കാണ് അതിന്. അതായത് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഓടി അതിൻ്റെ ആവശ്യമില്ല, സ്ട്രൈറ്റ് ഓടുക. നമ്മളെക്കാളും അതിന് വേഗത കൂടുതലല്ലേ ആനയ്ക്ക്? സ്വാഭാവികമായിട്ടും, തീർച്ചയായിട്ടും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം തന്നെ ആൾക്കാർ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാര്യം ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് മാക്സിമം നമ്മൾ കുറയ്ക്കുക. ഇപ്പോൾ ഈ സ്റ്റാളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചൊന്ന് പരിചയപ്പെടുത്താമോ? ഇപ്പോൾ ഈ കാണുന്നത് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ മങ്കിയുടെ ഫോൾഡിംഗ് കേജാണിത്. ഇത് മടക്കി നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ മങ്കിയെ ക്യാച്ച് ചെയ്യുന്ന ഒരു വലിയ കേജാണ്. അപ്പുറത്തിരിക്കുന്ന വളരെ മാനുവലായിട്ട് മറ്റൊരു കേജാണത്. അതുപോലെ തന്നെ വേറെ കേജുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ലെപ്പേഡിന് ഒരു പ്രത്യേക കേജാണ്, ടൈഗറിന് ഒരു പ്രത്യേക. നമുക്കിവിടെ സ്ഥലത്തിൻ്റെ സൗകര്യം കുറയുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു ടൈഗർ കേജ് ഒന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരു ടൈഗർ കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 2 കമ്പാർട്ട്മെൻറ്റൂടെ ഏകദേശം ഒരു 10 ഫീറ്റോളം, ഏകദേശം ഒരു 3 മീറ്ററോളം ലെങ്തും ഇപ്പോൾ ഒരു 1.8 മീറ്റർ വിഡ്ത്തും ഏകദേശം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യമുള്ളപ്പോൾ നമുക്കിവിടെ അത് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാളിൻ്റെ സൈസ് തന്നെ 3x2 ആണ്. അങ്ങനെയുള്ള 2 സ്റ്റാളുകളുടെ സൈസാണിത്. 6x2 ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ഒരു കൂട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുകൂടെ കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കി എന്തൊക്കെയാണ് ഈ ജാക്കറ്റ്? പിന്നെ ഈ കാണുന്നത് ഇത് നമുക്ക് ഈ വളരെ കിണറുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന നമ്മുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ശരിയല്ലേ? അപ്പോൾ ഈ സ്റ്റാളിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഇതെല്ലാം വിശദമാക്കി കൊടുക്കും. അതെ, നമ്മുടെ ഇപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഓഫീസർമാരുണ്ട്, ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇതിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിപ്പോൾ സ്നേക്ക് റെസ്ക്യൂ ആയാലും ശരി, മറ്റുള്ള ഒരു റെസ്ക്യൂ ആയാലും ഇതിലെല്ലാം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ് നമുക്കുള്ളത്. അവരാണ് ഇവിടെ
കൃത്യമായിട്ട്. ഇപ്പോൾ ഹെൽമെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് നമ്മുടെ അതേപോലെ ഇതെല്ലാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. പിന്നെ വയർലെസ് സെറ്റ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ 12 ബോർ പമ്പ് ആക്ഷൻ ഗണ്ണുണ്ട്. 12 ബോർ പമ്പ് ആക്ഷൻ ഗണ്ണുണ്ട്. പിന്നെ അതിൻ്റെ പെല്ലറ്റ് ഉണ്ട്. പെല്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പണായിട്ട് പെല്ലറ്റ് വെച്ചിട്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ക്രൗഡ് വരുന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നഷ്ടപ്പെടിയിൽ വല്ലതും വന്നാലും വെച്ച് ഞങ്ങൾ പെല്ലറ്റ് മാത്രം ഞങ്ങൾ എടുത്ത് വെളി വെച്ചിട്ടില്ല. ആ പെല്ലറ്റുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കില്ലിൻ്റെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആ പെല്ലറ്റ് മാറിയിട്ട് നമുക്കത് സ്ലഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മോട് പ്രതികരിച്ചത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയനാണ്. ഏതായാലും എൻ്റെ കേരളം പ്രദർശന വിപണനമേള അത് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിലാണ് നടക്കുന്നത്. അവിടെ വനം വന്യജീവി വകുപ്പിൻ്റെ സ്റ്റാളിലാണ് ഈ ആനയെക്കുറിച്ചും ഒപ്പം തന്നെ വനംവകുപ്പ് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കാണാനായി ധാരാളം ആളുകളാണ് ഈ സ്റ്റാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.